ഹലോ ഹലോ ഞാൻ ഉഷസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് ട്രയാങ്കിൾ ഫൈക്കസ് എന്ന പ്ലാന്റാണിത്. ഇതിൻ്റെ ഇലകൾ ട്രയാങ്കിൾ ഷേപ്പ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേര് വന്നത്. എന്നാലും ഇത് സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഹാർട്ട് ഷേപ്പാണ് ഇതിനുള്ളത്. നല്ല പ്ലാസ്റ്റിക് പോലെ ആണ് ഇതിൻ്റെ ഇലകൾ ഇരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പച്ചയും ഏകദേശം ഒരു മഞ്ഞയും കലർന്നിട്ടുള്ള ഇലകളോട് കൂടിയ ഒരു ചെടിയാണിത്. അതുകൊണ്ട് ഇതിനെ ഒരു വെരിഗേറ്റഡ് ഫൈക്കസ് എന്ന് പറയുന്നത്. ഫൈക്കസ് പലതരത്തിലുണ്ട്. ഫൈക്കസ് പാണ്ട, സവാരി ഫൈക്കസ് എന്നിങ്ങനെ 1-2 വെറൈറ്റീസ് കൂടി ഉണ്ട്. ഈ ചെടി ഇൻഡോറായും ഔട്ട്ഡോറായും നമുക്ക് വളർത്താവുന്നതാണ്. ഇത് ചട്ടിയിലും വളർത്താം, താഴത്തെ മണ്ണിലും വളർത്താവുന്നതാണ്. ചട്ടിയിൽ വളർത്തുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. വെള്ളം വാർന്നു പോകുന്ന പോട്ടി മിക്സിൽ വേണം നടുവാനായിട്ട് ഉപയോഗിക്കേണ്ടത്. വെള്ളം കെട്ടി നിന്നാലത് ചീഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. ഇതിന് പ്രത്യേകിച്ച് യാതൊരു വളവും വേണ്ട. നടുമ്പോൾ മണ്ണിൻ്റെ കൂടെ കുറച്ച് മണലും ചാണകപ്പൊടിയും മാത്രം മതിയാവും. വെള്ളം ആവശ്യമാണെന്ന് തോന്നുമ്പോൾ, അതായത് ഡ്രൈ ആവുമ്പോൾ മാത്രം നനച്ചാൽ മതിയാവും. നേരിട്ടുള്ള സൂര്യപ്രകാശം ഇതിന് ആവശ്യമില്ല. ഷെയ്ഡിൽ വച്ചാലും ഇത് നന്നായിട്ട് വളർന്നു വരും. എൻ്റെ ചെടി അത്യാവശ്യം വെയിൽ കൊള്ളുന്നിടത്താണ് വച്ചിരിക്കുന്നത്. നന്നായിട്ട് തന്നെ നിൽക്കുന്നുമുണ്ട്. ഒരു കീടശല്യമൊന്നും തന്നെ ഇതിന് വരാറില്ല. എങ്കിലും മീലി ബഗ്സ് എന്ന് പറയുന്ന ഒരു കീടബാധ ചിലപ്പോഴെല്ലാം കണ്ടുവരാറുണ്ട്. സോപ്പ് വെള്ളത്തിൽ ലയിപ്പിച്ച് അത് തളിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഇതിൻ്റെ കമ്പ് വെട്ടിക്കുത്തിയാൽ പുതിയ ചെടി ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. 1-2 കമ്പുകൾ ഒരു ചട്ടിയിൽ ഒരുമിച്ച് നട്ടാൽ നല്ല ബുഷിയായിട്ട് വളരും. ഒട്ടും വെയിലില്ലാത്തിടത്ത് വച്ചാൽ ഇലകൾ കൊഴിഞ്ഞു പോകുന്നത് കണ്ടുവരാറുണ്ട്. വേരിന് ക്ഷതം സംഭവിച്ചാലും വെള്ളം ഒരുപാട് ഒഴിച്ചാലും ഇലകൾ കൊഴിഞ്ഞു പോകാറുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം വെള്ളം ഒഴിക്കാൻ. ഇതിന് ചെറിയ കായകൾ വരാറുണ്ട്. ഞാനത് നട്ടു നോക്കിയെങ്കിലും ഒന്നും തന്നെ മുളച്ചില്ല. കമ്പ് വെട്ടി കുത്തുന്നതാണ് ഏറ്റവും നല്ലത്. മറ്റു പല ചെടികളെക്കാളും സിമ്പിളായിട്ടാണ് ഇതിൻ്റെ കെയറിങ്ങും പ്രൊപ്പഗേഷനും. ഈ ചെടി ഒരുപാട് വളരാതെ വെട്ടി ഷേപ്പിൽ നിർത്തുന്നതാണ് കൂടുതൽ ഭംഗി. നിങ്ങളും ഈ ചെടി ഉറപ്പായിട്ടും വാങ്ങിച്ചു വയ്ക്കണം. നിങ്ങളുടെ ഗാർഡൻ മനോഹരമാക്കാൻ ഈ ചെടിക്ക് കഴിയും. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.